മേക്കപ്പ് ആർട്ടിസ്റ്റും ട്രാൻസ്ജെൻഡറുമായ ജാൻമണിക്കെതിരെ കേസ്. യുവമോർച്ച മീഡിയ സെൽ കൺവീനർ നന്ദു എസ് നൽകിയ പരാതിയിലാണ് കേസെടുത്തത്. DGPക്കും പ്രധാനമന്ത്രിയുടെ ഓഫീസിനും പരാതി നൽകിയിരുന്നു. ഇവരുമായി ശാലിനി തിരുവനന്തപുരത്ത് ചേർന്നത്. ശാലിനി, കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ പ്രമുഖ അവതാരകയായ രഞ്ജിനി ഹരിദാസിന്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ജാൻമണി ഇത്തരത്തിലൊരു പരാമർശം സമൂഹ മാധ്യമത്തിൽ നടത്തിയത്. ആ ഒരു പരാമർശത്തിനെതിരെ വ്യാപകമായ പ്രതിഷേധമാണ് ഉയർന്നത്. ഇത്തരത്തിൽ പ്രധാനമന്ത്രിക്കെതിരെ നടത്തിയ പരാമർശത്തിൽ വ്യക്തമായൊരു കേസെടുക്കണമെന്നടക്കമുള്ള ആവശ്യങ്ങൾ ഉയർന്നു, പ്രതിഷേധങ്ങൾ ഉയർന്നു. ഇപ്പോഴിതാ നന്ദു നൽകിയ പരാതിയിൽ കേസെടുത്തു എന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. വിവരങ്ങൾ. അമൽ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് കഴിഞ്ഞ 2 ദിവസമായി ഈ കോക്രോച്ച് പാർട്ടിയുടെ സമരത്തിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നിരന്തരം ജാൻമണി എന്ന് പറയുന്ന ഈ മേക്കപ്പ് ആർട്ടിസ്റ്റ് അപമാനിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ. തുടർച്ചയെന്നോണമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ചില ഓൺലൈൻ മാധ്യമങ്ങൾക്ക് മുൻപിൽ വന്നുകൊണ്ട് പ്രധാനമന്ത്രിയുടെ പിതൃത്വത്തെ പറ്റിയും അദ്ദേഹത്തിൻ്റെ അമ്മയെ പറ്റിയിട്ടുമൊക്കെ വളരെ മോശമായ രീതിയിൽ അപമാനിക്കുന്ന തരത്തിൽ അപവാദ പ്രചാരണം നടത്തിയത്. ഇതിനെതിരെയാണ് ഇപ്പോൾ BJP അടക്കമുള്ളവർ പരാതിയുമായി രംഗത്തെത്തിയിട്ടുള്ളത്. യുവമോർച്ചയുടെ ഭാഗത്ത് നിന്നാണ് ഇപ്പോൾ ആദ്യ പരാതി എത്തിയിട്ടുള്ളത്. യുവമോർച്ചയുടെ മീഡിയ സെൽ കൺവീനർ കൂടിയായിട്ടുള്ള നന്ദു സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകിയിട്ടുണ്ട്. കൂടാതെ തന്നെ പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്കും ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകിയിട്ടുണ്ട്. അതൊരു വെറും പരാതിയായി നമുക്കിതിനെ കാണാൻ സാധിക്കില്ല. ജാൻമണിയുടെ സാമ്പത്തിക സോഴ്സ് അടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്തണം എന്നുള്ള ഗുരുതരമായിട്ടുള്ള ഒരു കാര്യം കൂടി ഈ പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അടിയന്തരമായി തന്നെ കേസെടുത്ത് കൃത്യമായ നടപടി എടുക്കണമെന്നുള്ളതാണ്. കാരണം ഒരു സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള പ്രതികരണമാണ് ജാൻമണിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ പിതാവിനെ മോശമായി ചിത്രീകരിച്ചുകൊണ്ടും മാതാവിനെ മോശമായി പറഞ്ഞുകൊണ്ടുമായിരുന്നു ആ വീഡിയോ പുറത്തു വന്നത്. ഈ വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ അതിരൂക്ഷമായ ഭാഷയിൽ ജാൻമണിക്കെതിരെ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. ആ വിമർശനത്തിന് പിന്നാലെയാണ് ഇപ്പോൾ പരാതിയായി യുവമോർച്ച രംഗത്തെത്തിയിട്ടുള്ളത്. യുവമോർച്ചയ്ക്ക് പിന്നാലെ മുനമ്പം സ്റ്റേഷനിലും ജാൻമണിക്കെതിരെ ഇപ്പോൾ പരാതി ലഭ്യമായിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ അധിക്ഷേപ പരാമർശങ്ങൾ നടത്തിയതിനാണ് BJP പ്രവർത്തകനായ ശ്രീജിത്ത് ചെറായി ഇപ്പോൾ മുനമ്പം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുള്ളത്. തന്നെയാണ് ശാലിനി, കൊച്ചിയിലും ഇത്തരത്തിലൊരു പരാതി ഉയർന്നിരിക്കുകയാണ്. BJP പ്രവർത്തകനായ ശ്രീജിത്ത് ചെറായിയാണ് മുനമ്പം സ്റ്റേഷനിൽ പരാതി നൽകിയത്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും മിഥുൻ അയ്യപ്പൻ കൂടി ചേരുന്നുണ്ട്. മിഥുൻ, നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഇത്തരത്തിലൊരു പരാമർശം ജാൻമണി സമൂഹ മാധ്യമത്തിൽ നടത്തിയതിന് പിന്നാലെ വ്യാപകമായ പ്രതിഷേധങ്ങളാണ് ഉയർന്നത്. ഇപ്പോൾ നന്ദു നൽകിയ പരാതിയിൽ കേസെടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ മുനമ്പം സ്റ്റേഷനിൽ പുതിയൊരു പരാതി കൂടി നൽകിയെന്ന വിവരം പുറത്തു വരുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ മിഥുൻ. അധിക്ഷേപകരമായ ഒരു പരാമർശം തന്നെയായിരുന്നു ജാൻമണിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. ജാൻമണി ഈ ഡൽഹിയിൽ ജന്തർ മന്ദിറിൽ നടന്ന കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന പ്രക്ഷോഭങ്ങളിലെല്ലാം തന്നെ നേരിട്ട് പങ്കെടുത്ത വ്യക്തിയാണ്. അവിടെ മാധ്യമങ്ങളെല്ലാം കണ്ട് പ്രതികരണങ്ങളെല്ലാം തന്നെ നടത്തിയ വ്യക്തിയാണ്. അതിന്റെ തുടർച്ചയെന്ന വണ്ണമാണ് ഇപ്പോൾ ഒരു ഓൺലൈൻ ചാനലിന് എന്നാണ് കരുതുന്നത് അവർക്ക് നൽകിയ ഒരു അഭിമുഖത്തിൽ ഒരു ഫേസ്ബുക്ക് പേജിലാണ് ഇത് സംബന്ധിച്ച ജാൻമണിയുടെ ഒരു പ്രതികരണം വീഡിയോ ആയി തന്നെ വന്നത്. അതിൽ പറയുന്നത് പൂർണ്ണമായും വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ആക്ഷേപിക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങളാണ് ഉണ്ടായത്. പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മാതാവിനെയും അതുപോലെ തന്നെ അച്ഛനെയും എല്ലാം തന്നെ ഉൾപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു പ്രതികരണമായിരുന്നു ആ ഘട്ടത്തിൽ ജാൻമണി നടത്തിയത്. ഇതിനെതിരെ വ്യാപകമായിട്ടുള്ള വിമർശനങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഇപ്പോൾ അതിന്റെ നിയമ നടപടിയിലേക്ക് കൂടി വ്യാപകമായി കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. മുനമ്പം സ്റ്റേഷനിലാണ് ഇപ്പോൾ എറണാകുളത്ത് ആദ്യമായിട്ടുള്ള ഒരു പരാതി എത്തിയിട്ടുള്ളത്. ചെറായി സ്വദേശിയായിട്ടുള്ള ശ്രീ ചെറായി എന്നറിയപ്പെടുന്ന ശ്രീജിത്താണ് ഇത്തരത്തിൽ ഒരു പരാതി നൽകിയിരിക്കുന്നത്. ഈ വീഡിയോയുടെ ദൃശ്യങ്ങൾ കൂടി പങ്കുവെച്ചുകൊണ്ടാണ് ഓൺലൈനായി പരാതി നൽകിയിരിക്കുന്നത്. ഇതിൽ ആവശ്യമെങ്കിൽ കൂടുതൽ തെളിവുകളും കൂടുതൽ സ്ക്രീൻഷോട്ടുകളും നൽകാമെന്നും ഈ പരാതിയിൽ പറയുന്നുണ്ട്. ഇത്തരത്തിൽ ജാൻമണിക്കെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. നടപടിയെടുക്കണമെന്നാണ്. ഇനിയിപ്പോൾ ആഭ്യന്തര വകുപ്പ് ഈ ഒരു കാര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളതാണ് നമ്മളിപ്പോൾ നമ്മൾ കാത്തിരിക്കുന്നത്. കാരണം കലാപവുമായി കോൺഗ്രസിനെ പൂർണ്ണ പിന്തുണയെല്ലാം തന്നെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് നിന്നിരുന്നത്. പക്ഷെ അതിനപ്പുറത്തേക്ക് അധിക്ഷേപങ്ങളോട് കോൺഗ്രസ് സർക്കാർ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഈ പരാതിയുമായി ബന്ധപ്പെട്ട ഇനി എടുക്കാൻ പോകുന്ന നടപടിയെ സംബന്ധിച്ച് നമ്മൾ കാത്തിരിക്കുന്നത്. ഏതായാലും നിരവധി പരാതികൾ ഇപ്പോൾ പോലീസിലേക്ക് എത്തിക്കഴിഞ്ഞു. സംസ്ഥാന സർക്കാർ ആഭ്യന്തരർക്ക് എന്ത് നടപടി എടുക്കുമെന്നാണ് ഇപ്പോൾ കാത്തിരുന്ന് കാണേണ്ടത്. വ്യക്തമാണ്. പ്രധാനമന്ത്രിയെ വ്യക്തിപരമായും പ്രധാനമന്ത്രിയുടെ മാതാപിതാക്കളെയും അപമാനിച്ചതിനാണ് ഇത്തരത്തിൽ മേക്കപ്പ് ആർട്ടിസ്റ്റും ട്രാൻസ്ജെൻഡറുമായ ജാൻമണിക്കെതിരെ കേസ് വന്നിരിക്കുന്നത്. യുവമോർച്ച മീഡിയ സെൽ കൺവീനർ നന്ദു നൽകിയ പരാതിയിലാണ് കേസെടുത്തത്. DGPക്കും പ്രധാനമന്ത്രിയുടെ ഓഫീസിനും പരാതി നൽകിയിരുന്നു. അതേസമയം ഇപ്പോൾ കൊച്ചിയിലും ജാൻമണിക്കെതിരെ പരാതി ഉയർന്നിരിക്കുകയാണ്. BJP പ്രവർത്തകനായ ശ്രീജിത്ത് ചെറായിയാണ് മുനമ്പം സ്റ്റേഷനിൽ പരാതി നൽകിയത്.
വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്നും എസ് ശാലിനി, കൊച്ചിയിൽ നിന്നും